വീണ്ടും വിവിധയിടങ്ങളിൽ സ്ഥാനാർത്ഥികൾ ഇപ്പോൾ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുകയാണ്. അവിടെ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങൾ നമുക്ക് കാണാം. പേരാവൂരിൽ ഇടതുമുന്നണി സ്ഥാനാർത്ഥി കെ ശൈലജ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ച ശേഷം സംസാരിക്കുകയാണ്. കോൺഗ്രസിന്റെ മണ്ഡലമായ പേരാവൂർ പിടിച്ചെടുക്കുന്ന മത്സരമായിരുന്നു. കഴിഞ്ഞ തവണത്തെ കൂത്തുപറമ്പ് മത്സരവും ഞങ്ങൾക്ക് വളരെ ഈസി ആയിരുന്നില്ല, എല്ലാവർക്കും അറിയാലോ. KP മോഹൻ MLA അന്ന് UDF-ലായിരുന്നു. ആ സമയത്താണ് ഒരു വലിയ മത്സരം നടത്തിയത്. പഴയ കൂത്തുപറമ്പ് മണ്ഡലമായിരുന്നില്ല, പെരിങ്ങളം മണ്ഡലത്തിൻ്റെ ഭാഗമായിരുന്നു അത്. പക്ഷേ നല്ല പോരാട്ടം നടത്തിയിട്ടാണ് ആ മണ്ഡലം പിടിച്ചെടുത്തത്. സണ്ണി ജോസഫ് പറയുന്നുണ്ടാവുക ഒരു പക്ഷേ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പായിരിക്കും. പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിലെ വോട്ടിംഗ് രീതി നിങ്ങൾക്കെല്ലാം മനസ്സിലായിട്ടുണ്ടല്ലോ. അത് കേന്ദ്രത്തിൽ BJP വരരുത് എന്ന ആഗ്രഹത്താൽ ഒരുപക്ഷെ കോൺഗ്രസ്സിന് കുറച്ചധികം സീറ്റ് സ്വരൂപിച്ചാൽ ഗവൺമെൻറ് രൂപീകരിക്കാൻ കോൺഗ്രസ്സിനെ വിളിക്കുമെന്നെല്ലാമുള്ള രീതിയിലുള്ള പ്രചരണമാണ് അവർ നടത്തിയത്. പക്ഷേ ഞങ്ങളന്ന് പറഞ്ഞിരുന്നു കോൺഗ്രസ്സിന് എവിടുന്നും കൂടുതൽ സീറ്റ് കിട്ടാൻ പോകുന്നില്ല എന്ന്. മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നൊന്നും കിട്ടിയില്ല. ഇന്ത്യ മുന്നണിയുടെ സീറ്റാണ് BJPയുടെ സീറ്റുകൾ പിടിച്ചു താഴ്ത്താൻ അവിടെ സഹായകമായത്, അല്ലാതെ കോൺഗ്രസിൻ്റെ വിജയമല്ല. പക്ഷേ കുറച്ച് പേരെങ്കിലും അങ്ങനെ സംശയിച്ചിട്ടുണ്ടാകാം. അതുകൊണ്ടായിരിക്കാം ഇടതുപക്ഷത്തിന് കൂടുതലായിട്ട് പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാതിരുന്നിട്ടുണ്ടാവുക. എന്നാൽ അസംബ്ലി ഇലക്ഷനിൽ ആ പാറ്റേണേ അല്ല. ഇവിടെ അസംബ്ലിയിൽ മൂന്നാമതും ഇടതുപക്ഷം വരണമെന്ന് ആരെല്ലാം ആഗ്രഹിക്കുന്നു. ഞാൻ പേരൊന്നും എടുത്ത് പറയുന്നില്ല. സാമുദായിക നേതാക്കന്മാരടക്കം പറഞ്ഞല്ലോ മൂന്നാമതും ഇടതുപക്ഷം വരണമെന്ന്. ബഹുമാനായിട്ടുള്ള ശ്രീ K സുധാകരനടക്കം വന്നുകൂടായികയില്ല എന്ന് പറയാൻ കാരണം ഇടതുപക്ഷം ഈ വികസന പ്രവർത്തനങ്ങളുടെ എല്ലാം ഭാഗമായി വീണ്ടും വന്നേക്കാൻ സാധ്യതയുണ്ട് എന്ന് കണക്കാക്കിയിട്ട് തന്നെയാണ്. ഞങ്ങൾ ആരെങ്കിലും പറഞ്ഞതിന് മാത്രം അടിസ്ഥാനമാക്കി പറയുകയല്ല, ഞങ്ങൾ നടത്തുന്ന പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ട് വരും. അതുകൊണ്ട് ഈ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിലെ പരാജയമാണ് പറയുന്നതെങ്കിൽ അതേ അല്ല അസംബ്ലി തെരഞ്ഞെടുപ്പിലെ വോട്ടിംഗ് പാറ്റേൺ എന്ന് ബഹുമാന്യനായിട്ടുള്ള വക്കീൽ മനസ്സിലാക്കുന്നത് നന്നായിരിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇവിടെ ഭയത്തിൽ നിന്നാണ് ഇത്ര ഒരു പരിഹാസമൊക്കെ ഉണ്ടാകുന്നതെന്നാണ് സംശയിക്കുന്നത്. പരിഹസിക്കുക ഓരോരുത്തരുടെയും സ്വഭാവ സവിശേഷതകളാണ്. ഭയമുണ്ടോയെന്ന് എനിക്കറിയില്ല, അവർക്ക് ഭയമുണ്ടോയെന്ന് ഞാനെങ്ങനെയാണ് പറയുക. അതെ, അല്ല, ഞങ്ങൾ അങ്ങോട്ട് പരിഹസിക്കാനേ ഇല്ല. ഞങ്ങൾ ഈ നാട്ടിലെ ജനങ്ങളുടെ മുമ്പാകെ ഒരു അപ്പീലാണ്. ഞാൻ നേരത്തെ പറഞ്ഞ കൊട്ടിയൂർ പ്രോജക്റ്റ് ഉണ്ടല്ലോ, അതുമാത്രമല്ല ഇവിടെ കുരിശുമല ഏറ്റവും പ്രധാനപ്പെട്ട തീർത്ഥാടന കേന്ദ്രമാണ്. ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് ഒരു ഹെറിറ്റേജ് ടൂറിസം, അതേതെല്ലാം വിഭാഗത്തിനാണോ പുരാതനമായിട്ടുള്ള ആരാധനാലയങ്ങളൊക്കെ ഉള്ളത് അതെല്ലാം ബന്ധപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ഹെറിറ്റേജ് ടൂറിസമാണ് പ്ലാൻ ചെയ്യുന്നത്. ഇതുകൂടാതെ തന്നെ ജിമ്മി ജോർജിൻ്റെ നാടാണിത്. എനിക്ക് നല്ല ഓർമ്മയുണ്ട്, ഞാൻ മുമ്പ് ഇവിടെ ഒരു തവണ കോൺഗ്രസ് സ്ഥാനാർത്ഥി AD മുസ്തഫ സാറിനെ തോൽപ്പിച്ചിട്ട് പേരാവൂർ MLA ആയിരുന്നു. അത് മറന്നുപോയോ എന്നറിയില്ല അവർ. ആ സമയത്താണ് അന്നത്തെ പേരാവൂർ മണ്ഡലം ഏറ്റവും കൂടുതൽ വികസനം കണ്ടിട്ടുള്ളത് എന്ന് വളരെ വിനയത്തോടെ ഞാൻ സൂചിപ്പിക്കുകയാണ്. ഉറപ്പായിട്ടും ആറളം പാലം, ജബ്ബാർ കടവ് പാലം, ബാരാപ്പോൾ വൈദ്യുത പദ്ധതി, ഇതെല്ലാം അന്ന് വന്നതാണ്, ഞാനെല്ലാം പറയുന്നില്ല. അതിനുശേഷം ഒരു കല്ല് വേറെ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് എടുത്തു പറയാൻ. അപ്പോൾ ഞങ്ങൾ പറയുന്നത് ജിമ്മി ജോർജിൻ്റെ നാട്ടിലൊരു സ്പോർട്സ് കോംപ്ലക്സ് ഉണ്ടാവണം. ഞാനിത് അനുഭവത്തിലാണ് പറയുന്നത്. മട്ടന്നൂർ അവിടെ 24 കോടി രൂപയുടെ നാഷണൽ സ്പോർട്സ് അക്കാദമി ഉണ്ടാക്കണം എന്നുള്ളതാണ് ഞങ്ങൾ കാണുന്നത് ജിമ്മി ജോർജിൻ്റെ നാട്ടിൽ. അതുണ്ടാക്കും. എല്ലാ തരത്തിലുള്ള സ്പോർട്സ് വിഭാഗങ്ങളുടെയും പരിശീലന കേന്ദ്രവും ദേശീയ മത്സരങ്ങളടക്കം നടത്താൻ കഴിയുന്ന വലിയ കേന്ദ്രവുമായിട്ട് അത് മാറണം. അത് പേരാവൂർ അർഹിക്കുന്നുണ്ടത്. പേരാവൂർ സ്പോർട്സ് പ്രേമികളുടെ നാടാണ്, കായിക താരങ്ങളുടെ നാടാണ്. ഒട്ടപ്പുറത്ത് മട്ടന്നൂർ MLA എന്നുള്ള നിലയിൽ 24 കോടി രൂപയുടെ സ്പോർട്സ് കോംപ്ലക്സിൻ്റെ പ്രോജക്റ്റ് ഉണ്ടാക്കി അംഗീകാരം വാങ്ങി കിഫ്ബിയിൽ നിന്ന് പണം അനുവദിപ്പിച്ച് വർക്ക് തുടങ്ങിയിട്ടാണ് ഞാനിവിടെ പറയുന്നത്. അല്ലാതെ വെറുതെ ഒരു സ്വപ്നം മാത്രം പറയുകയല്ല. സ്വപ്നങ്ങൾ ഉണ്ടായാലല്ലേ അത് യാഥാർത്ഥ്യമാക്കാനുള്ള പദ്ധതികളാവൂ. അപ്പോൾ ജനങ്ങൾ അത് ആഗ്രഹിക്കുന്നു എന്ന് ഞങ്ങൾക്കറിയാം. അതുകൊണ്ടാണ് ജനങ്ങൾ ഞങ്ങൾക്ക് വോട്ട് ചെയ്യുമെന്ന് പറയുന്നത്. അല്ലാതെ കുറേ കാര്യങ്ങളിങ്ങനെ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ പ്രഖ്യാപിച്ച് പിന്നൊന്നും ചെയ്യാതിരിക്കാനല്ല. ഇവിടെ ഒരു മെഗാ ടൂറിസം പദ്ധതി ഞാൻ മുമ്പ് പേരാവൂർ MLA ആയപ്പോൾ പത്രങ്ങളിലെല്ലാം വന്നിട്ടുണ്ട്. പ്രധാനപ്പെട്ട പത്രങ്ങളിലെല്ലാം അത് വന്ന് വളരെ പ്രതീക്ഷയോടെ ജനങ്ങൾ കണ്ടതാണ്. പഴശ്ശി അണക്കെട്ടിൻ്റെ തീരത്ത് അതിൻ്റെ 1ാം ഘട്ടം എന്നുള്ള നിലയിൽ അവിടെ ഒരു ഓപ്പൺ എയർ ഓഡിറ്റോറിയവും കഫറ്റേറിയയും അതുപോലുള്ള കാര്യങ്ങൾ ഉദ്യാനമൊക്കെ ഉണ്ടാക്കി. അത് അവിടുന്ന് തുടങ്ങി നമ്മുടെ പൈഞ്ചേരി ഇവിടുത്തെ ഇരിട്ടിക്കടുത്ത് വരെ വ്യാപിപ്പിക്കുന്നതായിരുന്നു ആ പ്രോജക്റ്റ്. ഒരു മെഗാ ടൂറിസം പദ്ധതിയായിരുന്നു. പിന്നീട് ആ പദ്ധതി അനങ്ങിയിട്ടില്ലല്ലോ. 5 വർഷം എൻ്റെ ടൈം കഴിഞ്ഞു. പിന്നീട് പേരാവൂരിൻ്റെ നിർഭാഗ്യത്തിന് UDF ആണ് അധികാരത്തിൽ ഇവിടെ തിരഞ്ഞെടുക്കപ്പെട്ടത് എന്ന് പറയാം. പിന്നീട് ആ പദ്ധതി എന്തെങ്കിലും ഒരടി മുന്നോട്ട് പോയോ? ഞങ്ങളതെടുക്കും, ഉറപ്പാണ്. വിജയിപ്പിച്ചാൽ ഈ മണ്ഡലത്തിലെ ജനങ്ങൾ എന്നെ വിജയിപ്പിച്ചാൽ ആ മെഗാ ടൂറിസം പദ്ധതി വെളിച്ചം കാണും എന്ന കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയവുമില്ല. കാരണം ഞാനിപ്പോൾ MLA ആയിരിക്കുന്ന മട്ടന്നൂർ മണ്ഡലത്തിൽ പടിയൂർ കല്യാട് എക്കോ പ്ലാനറ്റ് എന്ന പേരിലൊരു ടൂറിസം പദ്ധതി തുടങ്ങിയല്ലോ.
നിങ്ങളെല്ലാം കണ്ണിൽ കാണുന്ന 1-ാം ഘട്ടം ഉദ്ഘാടനം ചെയ്തു, 2-ാം ഘട്ടത്തിൻ്റെ വർക്ക് ഇപ്പോൾ തറക്കല്ലിട്ടിരിക്കുകയാണ്. അപ്പോൾ ഇത്തരം പ്രവർത്തനം നടത്തണം. നമ്മൾ ജനങ്ങളെയെല്ലാം സംഘടിപ്പിച്ച് കക്ഷിരാഷ്ട്രീയ ഭേദമില്ലാതെ വിദഗ്ധരെയെല്ലാം പങ്കെടുപ്പിച്ച് മാസ്റ്റർ പ്ലാൻ ഉണ്ടാക്കി ഗവൺമെൻറ്റിനെ സമീപിച്ച് അതിന് അംഗീകാരം നേടിയെടുക്കുക ശ്രമകരമായൊരു ജോലിയാണ്. വളരെ എളുപ്പത്തിലുള്ള പ്രസ്താവന കൊണ്ട് സാധിക്കുന്നതല്ല. അപ്പോൾ പ്രസ്താവനയല്ല, ഞങ്ങൾ മാനിഫെസ്റ്റോവിൽ പറയാൻ പോകുന്ന എല്ലാ കാര്യങ്ങളും ജനങ്ങൾക്ക് വേണ്ടി പേരാവൂർ നടപ്പിലാക്കും. ഒരു മാറ്റം പേരാവൂരിലെ ജനങ്ങൾ ഉണ്ടാക്കും. ഇത്തവണ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ തിരഞ്ഞെടുക്കുമെന്ന നല്ല വിശ്വാസം ഞങ്ങൾക്കുണ്ട്. കെ ശൈലജ പേരാവൂരിലെ ഇടതുമുന്നണി സ്ഥാനാർത്ഥി നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ച ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയാണ്. ഇപ്പോൾ നമ്മൾ കാണുന്നത് കോന്നി നിയോജക മണ്ഡലത്തിലെ ഇടതുമുന്നണി സ്ഥാനാർത്ഥി ജനീഷ് കുമാർ ഇപ്പോൾ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നതാണ്. പത്തനംതിട്ടയിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇടതുമുന്നണി സ്ഥാനാർത്ഥി കെ യു ജനീഷ് കുമാർ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നത്. 2019 ഉപതെരഞ്ഞെടുപ്പിലാണ് ജിനീഷ് അവിടെ ജയിച്ചു കയറുന്നത്. അതിനുശേഷം 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഭൂരിപക്ഷം ഉയർത്തിയ വ്യക്തിയാണ് ജനീഷ് കുമാർ. ജനീഷ് അവിടെ നാമനിർദ്ദേശ പത്രിക KT ജലീൽ തവനൂരിൽ KT ജലീൽ ഇപ്പോൾ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നതിന്റെ ദൃശ്യങ്ങളാണ് നമ്മൾ ഇപ്പോൾ കാണുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.